നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ഒരുപക്ഷെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. സമയബന്ധിതമായിട്ട് വിപുലീകരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ ജോലിക്കാരെ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും മാതാപിതാക്കളെ അന്യനാട്ടിലേക്കോ വികസിത രാഷ്ട്രത്തിലേക്കോ മാസങ്ങളോളം താമസിക്കുവാനായിട്ട് കൊണ്ടുപോകുവാൻ അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തക്കവണ്ണം മേലധികാരികൾക്ക് തൃപ്തിയല്ല എങ്കിൽ പോലും ഉടമസ്ഥരുടെ പ്രത്യേക പരിഗണനയിൽ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അതിൽ നിന്നും നവംബർ മാസം മുതൽ സ്ഥാപനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുവാനിടയുണ്ട്. ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാരങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മംഗളകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശ പര്യടനത്തിനും വിദേശത്ത് വിനോദയാത്രയ്ക്കും അവസരങ്ങൾ ഉണ്ടാകുന്നത് അവിചാരിതമായിട്ടാണ്. ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്ന സഹപ്രവർത്തകരോ സഹപാഠികളോ മുഖാന്തരം ഇങ്ങനൊരു അവസരം വന്നു ചേരുന്നത് വളരെ സമാധാനത്തിനും ആശ്വാസത്തിനും ആഹ്ലാദത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ ചില ജോലിക്കാരെല്ലാം രാജിവെച്ച് പോകുവാനിട വരുമെങ്കിൽ പോലും ധ്രുവീകരണം എന്ന സങ്കല്പത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ വഴിയൊരുക്കും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും പ്രാദേശികമായിട്ടുള്ള പിന്തുണയും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ വിൽപ്പന ചെയ്ത് വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ സംരക്ഷണത്തിന് വേണ്ടി അതിന് തക്കവണ്ണം ഒരു ഗൃഹമാറ്റത്തിനോ ജോലി മാറ്റത്തിനോ അവസരങ്ങൾ വന്നു ചേരും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ, പദ്ധതി സമർപ്പണം തുടങ്ങിയവയിലെല്ലാം തന്നെ വളരെ നല്ല നിലയുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ അഥവാ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അതായത് ഗൃഹസമുച്ചയത്തിലെ വാസ്തുശാസ്ത്രപ്രകാരമുള്ള ഗൃഹം വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചുമതലകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ വസ്തുതർക്കമായിരിക്കാം. നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയും ഒരു യുക്തിസഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി പൊതുവെ ജോലിപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സൽകീർത്തിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിക്ക് സർവ്വവിധത്തിലും സ്വീകാര്യത വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവുണ്ടാകുന്ന സാഹചര്യങ്ങളും പൊതുവെ ജോലിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് മാറി
നിരന്തരം അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ചേരുവാൻ തക്കവണ്ണം കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടവരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി ഗുരുകാരണവന്മാരിൽ നിന്നും അനുഗ്രഹാശിസ്സുകൾ വന്നു ചേരുവാനിടയുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി സൽകീർത്തിക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടാണെങ്കിലും ജോലിപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗവും സ്ഥാനക്കയറ്റവും ജീവിത പങ്കാളിക്ക് വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ഗൃഹം വാങ്ങിക്കുവാനോ വാഹനം വാങ്ങിക്കുവാനോ കടം വാങ്ങിയതായിട്ടുള്ള പണം നേരത്തെ തന്നെ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച സമയത്തിന് മുൻപ് തന്നെ തിരിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പ്രതിസന്ധികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും എല്ലാം വളരെ നിഷ്പ്രയാസത്തോടുകൂടി അതിജീവിക്കാൻ സാധിക്കും. ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ടും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും സ്വല്പം അസ്വാസ്ഥ്യങ്ങളുണ്ടാകുവാനും തലവേദന, നീർക്കെട്ട് മുതലായവയ്ക്കും സാധ്യതയുണ്ട്. ഇതിന് വ്യായാമത്തിന് പ്രാധാന്യം നൽകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അല്ലെങ്കിൽ പരിശീലനം പൂർത്തീകരിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന പലർക്കും ജന്മനാട്ടിൽ ഒരു വീട് വയ്ക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുവാനും അതിനുവേണ്ടി തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളും അനുഷ്ഠാനക്രമങ്ങളും മനസ്സിനും ദേഹത്തിനും ഒരേപോലെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.